ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. മഹാവിഷ്ണു നാരായണനായും ലക്ഷ്മി ദേവിയായും ലക്ഷ്മി ദേവി ലക്ഷ്മിയായും അവതരിക്കുന്നതാണ് ലക്ഷ്മി നാരായൺ എന്ന് പറയുന്ന ആ ഒരു മൂർത്തി രൂപം എന്ന് പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ് ലക്ഷ്മി ദേവി. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. തൻ്റെ ഭാര്യയായ ലക്ഷ്മിയോടൊപ്പം ഭഗവാൻ മഹാവിഷ്ണു വിശ്രമിക്കുമ്പോൾ മഹാവിഷ്ണുവിനെ നാരായണൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷ്മി നാരായണ മന്ത്രം അത്രത്തോളം ഫലവത്തായ ഒന്നാണ്. ഭൗതിക സമ്പത്തും സമൃദ്ധിയും ആവഹിക്കാൻ സഹായിക്കുന്ന ലക്ഷ്മി ദേവിയുടെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ പത്നിയായി ഇരുവർക്കും ഒരേപോലെ ശക്തിയുള്ള അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ രണ്ടുപേരുടെയും കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു മന്ത്രമാണിത്. ഇവർ ഇരുവർക്കും അവരുടെ ഭക്തർക്ക് സമ്പത്തും സമൃദ്ധിയുമൊക്കെ നൽകാൻ കഴിയുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു മന്ത്രമാണ് ലക്ഷ്മി നാരായണ മന്ത്രം എന്ന് പറയുന്നത്. ലക്ഷ്മിയും നാരായണനും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും അതുപോലെ തന്നെ തൻ്റെ ഭക്തന്മാരുടെ വിജയത്തിൻ്റെയും പ്രതീകങ്ങളായാണ് നിലനിൽക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതിനും ഭൗതിക വിജയത്തിനും വളരെയധികം ഈ ഒരു മന്ത്രം പ്രയോജനപ്പെട്ടതാണ് എന്ന് ഭക്തജനങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നു. കുറഞ്ഞത് 3 മാസമെങ്കിലും തുടർച്ചയായി വ്യാഴാഴ്ചകളിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ നമ്മൾ ഈ ഒരു മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും മാറി സാമ്പത്തികവും ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധിയും അതുപോലെ തന്നെ വിവാഹം നടക്കാതിരിക്കുന്ന ആളുകൾക്ക് അവരുടെ വിവാഹം നടന്നു കിട്ടുവാനും ജോലി സംബന്ധമായ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്നതിനൊക്കെ വളരെയധികം സഹായകരമായിട്ടുള്ളൊരു അത്ഭുത സിദ്ധിയുള്ളൊരു മന്ത്രം തന്നെയാണ് ഇത്. ഇത് കൂടാതെ നമ്മുടെ ജോലി സംബന്ധമായിട്ടും സാമ്പത്തിക സംബന്ധമായിട്ടും കുടുംബപരമായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ നീക്കിത്തരുവാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു മന്ത്രം വളരെയധികം ഉപയോഗപ്രദമാണ് എന്ന് പുരാണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മന്ത്രത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ലക്ഷ്മി നാരായണ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐശ്വര്യവും സമ്പത്തും ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ് ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമ്പത്തിനും സമൃദ്ധിക്കൊക്കെ തടസ്സമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗതടസ്സങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ മാറ്റിത്തന്ന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാനായിട്ടും ഈ ഒരു മന്ത്രം വളരെയധികം ഉപയോഗപ്രദമാണ്. ഈ ലക്ഷ്മി നാരായണ മന്ത്രം ജപിക്കുന്നവരുടെ ഒരു കുറവുകളുമില്ലാതെ എല്ലാം ഭഗവാൻ നിവർത്തിച്ചു തരുന്നതിനായിട്ട് സദാ നമ്മളോടൊപ്പം ഭഗവാന്റെയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം നമ്മളിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യമാണ് നമ്മുടെ ഒരു മനുഷ്യ ജന്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആയുസ്സും ആരോഗ്യവും ദീർഘായുസ്സൊക്കെ നൽകി ഭഗവാന്റെയും ഭഗവതിയുടെയൊക്കെ അനുഗ്രഹം ലക്ഷ്മി ദേവിയുടെയൊക്കെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകും. ഇത് മാത്രമല്ല, നെഗറ്റീവ് ശക്തികളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അതൊക്കെ തരണം ചെയ്യുവാനായിട്ട്, അതായത് ഈ നെഗറ്റീവ് ശക്തികളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നതിനും ഈ ഒരു ലക്ഷ്മി നാരായണ മന്ത്രം വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം എല്ലാ ഭക്തജനങ്ങളും ഇന്നു മുതൽ വൈകുന്നേരം നാമം ചൊല്ലുന്നതിനോടൊപ്പം തന്നെ ഈ ലക്ഷ്മി നാരായണ മന്ത്രം കൂടി ചൊല്ലുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുന്നതിനെ വളരെയധികം സഹായിക്കുന്നതായിരിക്കും. ലക്ഷ്മി നാരായണ മന്ത്രമാണ് ഇനി പറയുന്നത്. വളരെ എളുപ്പമുള്ളൊരു മന്ത്രമാണ് ലക്ഷ്മി നാരായണ മന്ത്രം. 1-2 വരികളിൽ കൊണ്ട് മാത്രം നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന വളരെ തീരെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ലളിതമായിട്ടുള്ളൊരു മന്ത്രമാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചൊല്ലാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇന്ന സമയത്തോ ഇന്ന സ്ഥലത്തോ വെച്ചതാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടതെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുക, ഏകാഗ്രമായി ഇരുന്നുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ലക്ഷ്മി നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ലക്ഷ്മി നാരായണനെ മനസ്സിൽ ആരാധിക്കാവുന്നതാണ്. അപ്പോൾ ലക്ഷ്മി നാരായണ മന്ത്രം ഇതാകുന്നു: ഓം ശ്രീ നമോ നാരായണായ
ഓം ശ്രീ നമോ നാരായണായ. ഓം ശ്രീ നമോ നാരായണായ. ഇത് കുറഞ്ഞത് 9 തവണയെങ്കിലും നിങ്ങൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ 108 തവണ ചൊല്ലുന്നത് അതിവിശേഷമാണ്. അതല്ല അതിന് സാധിക്കാത്തവരാണെങ്കിൽ 9 തവണയെങ്കിലും ചൊല്ലുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും എന്ന് മാത്രമല്ല, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ മാറി ആഗ്രഹ സാഫല്യം നേടുന്നതിനുള്ള ഒരു അതിവിശിഷ്ടമായ മന്ത്രമാണ് എന്നുള്ളത് വീണ്ടും എടുത്തു പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ലക്ഷ്മി നാരായണൻ്റെ, അതായത് മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഹരി ഓം.